لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون റഹീമായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് തഖ്വയോടുകൂടി പരമാവധി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ചും മനസ്സിലാക്കിയും ഇബാദത്തുകൾ മുഴുകുന്ന അകക്കാമ്പുള്ള വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരങ്ങളുടെ സമയം നമുക്ക് പഠിപ്പിച്ചു തന്നത്. ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയാണ് മാസവും നോമ്പും ഒക്കെ നമ്മൾ നിർണയിക്കുന്നതും ആ അടിസ്ഥാനത്തിലാണ് ഇസ്ലാം നമുക്ക് പറഞ്ഞു തന്നത്. എന്നാണ് റമദാൻ തുടങ്ങുക എന്നുള്ളതിന്റെ രണ്ട് കാര്യം നോക്കിയാൽ മതി. റുഅ്യത്തു ഹിലാലി റമദാൻ, ഒന്ന് റമദാനിന്റെ മാസം കാണലാണ്. രണ്ടാമത്തേത് ഇത്മാമി ശഹരി ശഅബാൻ 30 യൗമൻ, 30 ദിവസം ശഅബാൻ പൂർത്തിയായി എന്നുള്ളതുമാണ്. ഈ രണ്ട് കാര്യങ്ങളിലൂടെയാണ് സുമൂ ലിറുഅ്യതിഹി വഅഫ്തിറൂ ലിറുഅ്യതിഹി, നിങ്ങൾ നോമ്പ് തുടങ്ങേണ്ടതും അവസാനിപ്പിക്കേണ്ടതും ഹിലാല് കണ്ടത് മുതലാണ്. ഫഇൻ ഗുബിയ അലൈക്കും, ചക്രവാളത്തിൽ അത് മറക്കപ്പെട്ടാൽ ഫഅദ്ദു അസ്സലാസീൻ, നിങ്ങൾ 30 പൂർത്തിയാക്കൂ, എണ്ണി തിട്ടപ്പെടുത്തണം, 30 ശഅബാനിനെ പൂർത്തീകരിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ആ രൂപത്തിലാണ് എല്ലാ മാസവും തുടങ്ങുന്നതും വിശിഷ്യ നമ്മളൊക്കെ കാതോർക്കുകയും നോക്കുകയും ചെയ്യുന്ന റമദാനും ആ രൂപത്തിൽ തന്നെയാണ് ആരംഭിക്കുന്നത്. റമദാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ദിവസം പരിശോധിക്കുമ്പോൾ, ഒന്ന് പ്രവാചകന്റെ ജീവിതത്തിലെ നോമ്പിലേക്ക് റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രധാനമായും ആദ്യം നമുക്ക് കാണാൻ സാധിക്കുക അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയ്യത്താണ്. കാരണം ഫർള് നോമ്പിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. സുബഹിന്റെ മുമ്പ് നിയ്യത്ത് വെച്ചിട്ടില്ല എങ്കിൽ നോമ്പ് കിട്ടില്ല. അപ്പൊ നമുക്ക് തോന്നും, എങ്കിൽ സുന്നത്ത് നോമ്പ് എങ്ങനെയാണ്? സുന്നത്ത് നോമ്പിന് നേരം വെളുത്തിട്ട് രാവിലെ നിയ്യത്ത് വെച്ചാലും പ്രശ്നമില്ല.
അതുകൊണ്ടാണ് പ്രത്യേകം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ഹഫ്സ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്ന ഹദീസിൽ നമ്മൾ വായിക്കുന്നത് ലാ സിയാമ, നോമ്പില്ല, ലിമൻ ലം യുജ്മഅ ഖബ്ലൽ ഫജ്ർ, ഫജ്റിന്റെ മുമ്പ്, സുബഹിന്റെ ബാങ്കിന്റെ സമയത്തിന്റെ മുമ്പ് നിയ്യത്ത് വെക്കാത്തവന് നോമ്പില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഫർളിന് നിർബന്ധമായും സുബഹിന്റെ മുമ്പ് നമ്മൾ നിയ്യത്ത് വെച്ചേക്കണം. മഗ്രിബ് മുതൽ സുബഹ് വരെയുള്ള ദീർഘമായ ഒരു സമയമുണ്ട് നിയ്യത്ത് വെക്കാൻ. കിടക്കുമ്പോഴാവാം, ഇനി മഗ്രിബ് നിസ്കാരത്തിന് ശേഷമാകാം, തറാവീന് ശേഷമാകാം, ഫജറിന് സുഹറ കഴിക്കാൻ വേണ്ടി, അത്താഴം കഴിക്കാൻ വേണ്ടി സുബഹിന്റെ മുമ്പ് എണീക്കുന്ന സമയത്താകാം, എപ്പോഴും ആകാം. പക്ഷേ ഫജറിന്റെ മുമ്പ് അത് എന്ത് ചെയ്തോളണം, തീരുമാനമാക്കിക്കൊള്ളണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ നാട്ടിലെ പള്ളികളിൽ സാധാരണ തറാവിക്ക് ശേഷമോ അതല്ലെങ്കിൽ അതല്ലാത്ത സമയങ്ങളിലോ നാളത്തേക്ക് നിയ്യത്ത് വെക്കും. ഉസ്താദ് ചൊല്ലിക്കൊടുക്കും നവൈതു സൗമ ഗദിൻ. അത് ബിദ്അത്താണ് എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാർ ഉണ്ട് എങ്കിൽ ഗൗരവത്തിൽ കാണും. കാരണം നിയ്യത്ത് മനസ്സിലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനത്തെ ബിദ്അത്ത് ചെയ്യുന്ന പള്ളികളിലാണോ നമ്മുടെ തറാവിയും നമ്മുടെ സുബഹും ബാക്കിയുള്ള ജമാഅത്തുകളും എന്ന് നമ്മൾ സ്വയം ഒന്ന് ആദ്യം പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. ആ വിഷയവുമായി നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തേത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നോമ്പിനെ പരിശോധിക്കുമ്പോൾ പിന്നെ നമുക്ക് കാണുക സുഹൂറാണ്, അത്താഴമാണ്. സഹറിന്റെ സമയത്ത് കഴിക്കുന്നതിനാണ് സുഹൂർ എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ ഫജറിന്റെ മുമ്പുള്ള സമയം. ആ സമയം സ്വഹാബ ഭാര്യമാരോടൊപ്പം അവർ കഴിച്ചിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കുടുംബത്തോടൊപ്പം കഴിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ജൂത ക്രൈസ്തവർക്ക് നോമ്പുണ്ട്. അവരുടെ നോമ്പിൽ നിന്നും മുസ്ലിങ്ങളായ നമ്മുടെ നോമ്പിനെ വ്യത്യസ്തമാക്കുന്നത് അത്താഴമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു പ്രത്യേക ബറക്കത്തുണ്ട്. സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ബറക്കത്ത് വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടുണ്ടാവും. എന്നാൽ അത്താഴത്തിൽ സ്പെഷ്യലായി ബറക്കത്തുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നിട്ടാ നബി പറഞ്ഞത്, നിങ്ങളെ കൊണ്ട് ചിലപ്പോൾ ശാരീരികമായി കഴിവുണ്ടായേക്കാം അത്താഴം കഴിക്കാതെ ഭക്ഷണം അഥവാ നോമ്പെടുക്കാനും. പക്ഷേ നിങ്ങൾ ഒരു റിട്ട് വെള്ളം കുടിച്ചിട്ടാണെങ്കിലും അത് എടുത്തോളണം. കാരണം അതിൽ ബറക്കത്തുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി. മറ്റൊന്ന്, അതിന്റെ സമയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലൊക്കെ ചർച്ച നടക്കാറുണ്ട്. പണ്ട് കാലങ്ങളിൽ ഭക്ഷണം കഴിച്ച് അത്താഴം കഴിച്ച് ഒരു ഉറങ്ങിയിട്ട് പിന്നെ സുബഹിക്ക് നീക്കുന്ന ഒരു സമ്പ്രദായമൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അത്താഴാവുള്ളൂ എന്നാണ് പറയപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ സുബഹ് 5:30ക്കാണെങ്കിൽ ഒരു 3 മണിക്ക് പുലർച്ചെ എണീറ്റ് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്നുകൂടി കിടന്ന് പിന്നെ സുബഹിക്ക് വേറെ ഉറക്കമുണർന്ന ഒരവസ്ഥ ഉണ്ടായാലേ അത്താഴമാകുള്ളൂ എന്ന് പറയപ്പെട്ടിരുന്നു. എന്നാൽ സുഹൂറിന്റെ സമയം എപ്പോഴാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ വിശദീകരിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് എപ്പോഴാണെന്ന് വെച്ചാല് അത് ഒന്ന് സുബഹിന്റെ മുമ്പുള്ള ഒരു സമയമാണ്. അത് കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു 50 ആയത്ത് ഓതാനുള്ള സമയം ഉണ്ടാകുമായിരുന്നു എന്നാണ്. ഒരു 50 ആയത്ത് ഇരുന്ന് അത്താഴം കഴിച്ചു കഴിഞ്ഞിട്ട് 50 ആയത്ത് ഓതാനുള്ള സമയം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ രണ്ട് കാര്യം അതിന് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, നല്ലോണം നേരത്തെ അല്ല അത്താഴം. രണ്ട്, ബാങ്ക് കൊടുക്കുമ്പോഴും കയ്യിൽ പാത്രത്തോട് കൂടിയിട്ടുമല്ല അത്താഴം. എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ ചുടുന്ന അപ്പത്തിന്റെ ഗ്യാസ് കത്തുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ എടുത്ത് പ്ലേറ്റിലേക്ക് ഇടുന്ന സമയമല്ല. ഏത് ബാങ്ക് കൊടുക്കുമ്പോ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല, കയ്യിൽ ഉണ്ടാവാൻ പാടില്ല. അത് കഴിച്ചു കൊള്ളണം. അതോടുകൂടി ഒരു 50 ആയത്ത് ഓതാനുള്ള ഒരു സമയം അവിടെ ഉണ്ടായേക്കണം എന്ന് പറയുമ്പോൾ ആ സമയങ്ങളിൽ സ്വഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുർആൻ പാരായണം തുടങ്ങിയിരുന്നു ഒരു ദിനത്തിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ദിവസം തുടങ്ങുകയാണല്ലോ അവിടെ. അപ്പൊ സുബഹിന്റെ മുമ്പ് റമദാൻ മാസങ്ങളിൽ പ്രത്യേകമായി അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും ആ സമയത്ത് ഖുർആൻ കൊണ്ട് തുടങ്ങിയിരുന്നു എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബ് അഖ്വാമൻ. ചില ആൾക്കാർ അല്ലാഹു ഈ കിതാബ് കൊണ്ട് അങ്ങ് ഉയർത്തിയേക്കും. എന്നാൽ ചില ആളുകളെയോ വയളഉ ബിഹി ആഖരീൻ, ചില ആൾക്കാരെ താഴ്ത്തുകയും ചെയ്യുന്നതാണ്. കിതാബിന്റെ ആളാവും, ഷെൽഫിൽ ഉണ്ടാവും, മൊബൈലിൽ ഉണ്ടാവും, വീട്ടിന്റെ അകത്തൊക്കെ ഉണ്ടാവും. പക്ഷെ അള്ളാഹു അവരെ താഴ്ത്തും. കാരണം അവർക്ക് അതുമായി ബന്ധം ഉണ്ടാവില്ല. എന്നാൽ ബന്ധമുള്ളവരെയോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുമെന്നു കൂടി നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് മുൻഗാമികൾ കൂടുതൽ ഖുർആൻ ബന്ധം പുലർത്തിയിരുന്ന ഒരു മാസം, നോമ്പില്ലാത്ത, നോമ്പെടുക്കാൻ കഴിയാത്ത, പാടില്ലാത്ത സ്ത്രീകൾക്കും ഖുർആൻ ഓതാവുന്നതാണ്
എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന്റെ വ്യത്യസ്തമായ റൂട്ടുകളിലൂടെയും മാർഗത്തിലൂടെയും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഷാഫിഉൻ മുശഫഉൻ, ഇത് ഷഫാഅത്ത് ചെയ്യും. ആർക്കാണെന്ന് വെച്ചാൽ മുൻപിൽ ഖുർആൻ വെച്ച് അതിന്റെ പിന്നാലെ ജീവിച്ച ആളുകളെ ആ ഖുർആൻ ഷഫാഅത്ത് നടത്തി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. എന്നാൽ താൻ മുന്നിൽ നടന്ന ഖുർആനിനെ പിന്നിലാക്കിയ ആളുകളെ അവനെ നരകത്തിലേക്കും ഷഫാഅത്ത് നടത്തും ഖുർആൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഫളലുകളും ഫളായിലുകളും ഉള്ള ഖുർആൻ പാരായണം സജീവമാകുന്ന ഒരു കാലമാണ്. ഖത്തം തീർക്കലും ഖുർആനെ പൂർണ്ണമായി പാരായണം ചെയ്യലും ഒക്കെ അതിൽ പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനെ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ നിലക്ക് അതിനോട് സമീപിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം. മാത്രമല്ല, ഖുർആൻ പാരായണം മാത്രമല്ല, കുറച്ചൊക്കെ ഖുർആന്റെ അകത്തുള്ളത് വായിക്കാനും പഠിക്കാനും കേൾക്കാനുമുള്ള സാഹചര്യങ്ങളിൽ കൂടി നമ്മൾ ഉണ്ടാവണം എന്ന് കൂടിയാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം. എന്ന് പറഞ്ഞാൽ ഖുർആൻ ക്ലാസ് നടക്കും റമദാനിലും. നമുക്കുള്ള നോമ്പ് തുറയും ക്ലാസ്സുകൾ ഉണ്ടാവും. സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. കുട്ടികളെ മാത്രം കേന്ദ്രീകരിച്ച ക്ലാസ്സുകൾ ഉണ്ടാവും. എന്തിനാന്ന് ചോദിച്ചാൽ ഖുർആൻ പാരായണം പ്രധാനമാണ്. അതോടൊപ്പം തന്നെ അതിന്റെ അകത്ത് എന്താണുള്ളത് എന്ന് നമുക്ക് കൂടുതൽ പൊതുസമൂഹം അറിയാൻ ശ്രമിക്കുന്ന ഒരു മാസം കൂടി ആയതുകൊണ്ടാണ് അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ നമ്മൾ നടത്തുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതിൽ നമ്മൾ ഉണ്ടാവണം. പിന്നെ എത്താൻ കഴിച്ചു കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു വന്നിട്ട് നബിനോട് ചോദിക്കും, നബിയെ കൊടുക്കല്ലേ ബാങ്ക് എന്നാണ്. റസൂലുള്ളാഹ് അനുമതി കൊടുക്കുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കും. അവിടെ മുതൽ നോമ്പ് തുടങ്ങി വെച്ചു എന്ന് പറഞ്ഞാൽ സമയമായാൽ നോമ്പ് ആരംഭിച്ചു. പിന്നെ അവിടെ മുതൽ വിധിവിലക്കുകൾ പാലിച്ചേ പറ്റൂ. അത് മുതൽ പിന്നെ നമ്മൾ നോമ്പിലാണ് എന്ന് മനസ്സിലാക്കണം. സ്വാഭാവികമായും 4 പള്ളി ഉണ്ടെങ്കിൽ 4 പള്ളിയിൽ നിന്നും സുബഹിന്റെ ബാങ്ക് വ്യത്യസ്തമുണ്ടല്ലോ, മഗ്രിബിന്റെ ബാങ്ക് വ്യത്യസ്തമുണ്ടല്ലോ എന്ന് ചോദിക്കുന്ന മുജാഹിദുകളെ കൂട്ടത്തിലും ആദർശമുള്ള ഒരു ഉണ്ടാവാൻ പാടില്ല. വിവരക്കേടിന്റെ അടയാളമാണ് അതെന്താണ് എന്ന് ചോദിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇത്രയും കാലം നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. അതല്ലെങ്കിൽ ഒരു വിമർശിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എതിർപക്ഷത്തുള്ള ആളെ വേണ്ടാത്തരം ചെയ്യാൻ വേണ്ടി എന്നേ നമുക്കതിൽ വേണ്ടുള്ളൂ. ഒന്നുമില്ല. ആധുനിക കാലത്ത് നിസ്കാരത്തിന്റെ സമയം ഒന്നുമില്ല. നമ്മുടെ നാടുകളിലൊക്കെ സൂക്ഷ്മതയുടെ ഭാഗമായി ഏതായാലും കുറെയൊക്കെ നോമ്പെടുത്തതല്ലേ, ഇനി കുറച്ചുകൂടി 2 മിനിറ്റ് വൈകി കൊടുക്കാം എന്നുള്ളത് ഇല്ല. സുബഹ് ഏതായാലും കുറച്ച് 2 മിനിറ്റ് നേരത്തെ കൊടുത്താലാം. കാരണം ഇനി അതൊരു സൂക്ഷ്മതയല്ലേ, അതുമില്ല. ആ വിഷയത്തിലില്ല. കൃത്യസമയം ആയാൽ നോമ്പ് തുറക്കാനും ബാങ്ക് കൊടുക്കാനും ഒക്കെ കാണിക്കുന്ന ഒരു വ്യഗ്രത ദീനിന്റെ ഭാഗമാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബാങ്ക് കൊടുത്താൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജ്റിന്റെ സുന്നത്താണ് ആദ്യം നിർവഹിക്കുക. അത് വീട്ടിൽ നിന്നായിരുന്നു നബി നിർവഹിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ ഖൈറുദ്ദുന്യ വമാ ഫീഹാ സുന്നത്താ അൽ ഫജ്ർ, സുബഹിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അത് ദുനിയാവിലുള്ളതിനേക്കാളും അവർക്ക് ഖൈറാണെന്ന് പറഞ്ഞാൽ ദുനിയാവ് മൊത്തങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും ഖൈറാണ് ആ 2 റക്അത്ത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. അത് നബി വീട്ടിൽ നിന്ന് നിസ്കരിച്ചിരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുക. പ്രിയപ്പെട്ടവരെ, റമളാനാണ്. സ്വാഭാവികമായും ഒരുപാട് നന്മകൾ തുടങ്ങി വെക്കാൻ കഴിയുന്ന ഒരു മാസമാണ് നമ്മിലേക്ക് വരുന്നത്. ഇത് പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ചന് മുമ്പ് നമ്മൾ റമളാൻ തുടങ്ങുമല്ലോ, നമുക്ക് റമളാനിലേക്ക് പ്രവേശിക്കാമല്ലോ. അതുകൊണ്ട് 12 റക്അത്ത് റവാത്തിബ് നമുക്ക് സ്വർഗത്തിൽ ഒരു ഭവനം ഉണ്ടാക്കി തരുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏതായാലും കുറച്ച് ഈമാനികപരമായ ആവേശവും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലം കൂടിയാണ്. നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന സ്വഭാവം കൂടിയാണ് നമ്മുടെ കൂട്ടത്തില്. അത് കൃത്യമായി നിർവഹിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അള്ളാഹു അവർക്ക് ഖൈറും ബറകാത്തുകളും പ്രദാനം ചെയ്യുമാറാകട്ടെ. പിന്നെ പ്രിയപ്പെട്ടവരെ, സ്വലാത്തുൽ ഫജ്ർ ആണ്. ഒരു ദിവസത്തെ ജമാഅത്ത്, 5 നേരത്തെ ജമാഅത്തില് ഒന്നാമത്തേത് നമ്മൾ എണ്ണാറുള്ളത് അങ്ങനെയാണ്. ഒരു ദിവസം ഇങ്ങനെ തുടങ്ങുക എന്നുള്ള നിലക്കും അല്ലെങ്കിൽ നോമ്പ് തുടങ്ങുക എന്നുള്ള നിലക്കും ആ നോമ്പിലെ ഒന്നാമത്തെ നിസ്കാരം സ്വലാത്തുൽ ഫജ്ർ ആണ്. ജമാഅത്തുകൾക്ക് കൂടുതൽ കണിശത കാണിക്കേണ്ട ഒരു കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ 30 ദിവസം നോമ്പ് കിട്ടുന്നുവെങ്കിൽ 30 × 5 വെച്ച് 150 നമുക്ക് ജമാഅത്തുകൾ കിട്ടും റമളാനിൽ. അതിനുള്ള ക്രമീകരണങ്ങൾ വരുത്തിയാലേ അത് നമുക്ക് കിട്ടുള്ളൂ എന്ന് നമ്മൾ ആലോചിക്കുക. വിശിഷ്യ റമളാൻ മാസത്തിലെ ജമാഅത്ത് മിസ്സാവുന്നത് ഏതാന്ന് ചോദിച്ചാല് സുബഹിക്ക് നമുക്ക് എല്ലാവർക്കും കിട്ടും, ഇശാ പലപ്പോഴും മിസ്സാവാറുണ്ട്. അത് നമ്മുടെ ശ്രദ്ധയിൽ വേണം. ഭക്ഷണ തിരക്കുകളും മഗ്രിബിന്റെയും ഇശായിന്റെയും ഇടയിലുള്ള ചിലപ്പോ കുറഞ്ഞ സമയമൊക്കെ ആവുമ്പോ നമുക്കൊന്ന് ക്ഷീണം മാറ്റാനും
ഭക്ഷണം കഴിക്കാനുമുള്ള ഒരു ദീർഘസമയം കിട്ടിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് പിന്നെ ഇഷാഇന്റെ ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കാൻ പരമാവധി നമ്മുടെ ഒരു ശ്രദ്ധ ഉണ്ടാവണം എന്നാണ് സൂചിപ്പിച്ചതിന്റെ ചുരുക്കം. പിന്നെ ഫജ്ർ നിസ്കാരം കഴിഞ്ഞാൽ പ്രവാചകന്റെ സ്ഥിരം സുന്നത്തുകളിൽപ്പെട്ട ഒന്നാണ് അദ്കാറു സ്വബാഹ്, രാവിലത്തെ അദ്കാർ. അത് എന്നുള്ളതാണ്. വിശിഷ്യ റമദാൻ മാസത്തിലാകുമ്പോൾ പ്രത്യേകത ഉണ്ടല്ലോ, നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ. അതുകൊണ്ട് അദ്കാറു സ്വബാഹ് എന്ന് പറഞ്ഞു കണ്ടന്നെ ആപ്പുകളുണ്ട്, ഫോണുകളിൽ കിതാബുകളുണ്ട്, മനപ്പാടമുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അത് പൂർണ്ണമായി ചൊല്ലുന്നൊരവസ്ഥ, സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് ചൊല്ലുന്നൊരവസ്ഥ ഉണ്ടാവണം. പലപ്പോഴും എന്താന്ന് വെച്ചാൽ റമദാൻ മാസം വന്നാൽ സ്ഥിരം ചൊല്ലുന്നവർക്ക് പോലും അദ്കാർ സ്വബാഹ് മിസ്സാവുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, സുബഹിന്റെ കഴിഞ്ഞാൽ റമദാൻ മാസത്തില് പലപ്പോഴും നമ്മുടെ ഒരു ധാരണ ഉറക്കം നിർബന്ധമാണെന്നാണ്. ഫജ്ർസ്കാരം കഴിഞ്ഞാൽ ഉറക്ക നിർബന്ധമാണെന്നാണ് പലപ്പോഴും നമ്മുടെയൊക്കെ വിചാരം. പ്രിയപ്പെട്ടവരെ, ഉറങ്ങുന്നത് ഹറാമൊന്നും അല്ലാതെ നമുക്കറിയാം, എങ്കിലും ഒഴിവാക്കലാണ് നല്ലത്. കാരണം ഹൈറുള്ള ഒരു സമയമാണത്. എന്നാൽ രാത്രി കുറച്ചുറക്ക് കിട്ടുന്ന കാലാണ്. അതിന് നമ്മൾ വേറെ അത് റിക്കവർ ചെയ്യാനുള്ള മാർഗങ്ങൾ കണ്ടെത്തിയാൽ നന്നാകും. വിശിഷ്യ ഈ ഒരു കൊല്ലം നമുക്ക് രാത്രി കൂടുതലുള്ള ഒരു കൊല്ലം കൂടിയാണ്. അതുകൊണ്ട് രാത്രി കുറഞ്ഞു എന്ന് വല്ലാതെ നമുക്ക് അഭിപ്രായം പറയാനും കഴിയില്ല. കാരണം ഇപ്പൊ നമ്മൾ രാത്രിയാണ് കൂടുതലുള്ളത്. ഉറങ്ങിയാലും തീരാത്ത സമയം രാത്രി ഉണ്ട്. അപ്പോൾ രാവിലത്തെ സമയം അദ്കാർ സ്വബാഹിനെ നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അറിയുന്നവർ മനഃപ്പാടമായും അല്ലാത്തവർ നോക്കിയും കണ്ടുമൊക്കെ അത് സ്ഥിരപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം. പിന്നെ റസൂലുള്ളാഹിന്റെ റമദാനിൽ മാത്രമല്ല, എല്ലാ സമയത്തും ഉണ്ടായിരുന്നു. പ്രവാചകൻ ഒരു അല്പസമയം ഭാര്യമാരോടൊപ്പം അവരെ സഹായിക്കാൻ കൂടി നിൽക്കുമായിരുന്നു എന്നാണ്. വിശിഷ്യ അടുക്കളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹായിക്കാറുണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പകല് ചൂടുണ്ട്, ഭാര്യക്കും നോമ്പുണ്ട്, നമുക്കും നോമ്പുണ്ട്. ഭാര്യ നോമ്പെടുത്തിട്ടാണ് പലപ്പോഴും നമുക്കും വീട്ടിലെ 8 ആൾക്കും 10 ആൾക്കും 5 ആൾക്കും ഭക്ഷണം ഉണ്ടാക്കുന്നതും അവിടുത്തെ പണികൾ ഒരുക്കുന്നതും എന്നൊരു ഓർമ്മ. നമ്മൾ പുറത്ത് അധ്വാനിക്കുന്നവരാണ്, എങ്കിലും ഒരു പരിഗണനാ വിഷയത്തിൽ അവർക്ക് കൊടുക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നൽകിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കാണുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഭക്ഷണത്തിൽ ഒരു മിതത്വം റമദാനിൽ ഉണ്ടാവണം. തടിയൊക്കെ കുറയേണ്ട ഒരു മാസം തന്നെയാണ് പ്രിയപ്പെട്ടവരെ നോമ്പിന്റെ കാലം എന്ന് പറഞ്ഞാൽ. വയറിന്റെ അസുഖങ്ങളൊക്കെ ഒരു മാറേണ്ട ഒരു മാസം തന്നെയാണ് ശരിക്കും. ആ നിലക്ക് നോക്കുമ്പോൾ നമുക്ക് മാനസികമായി ഈമാനിക ആവേശങ്ങളും കൽബിൽ നമുക്ക് മറ്റുള്ള നിലക്കുള്ള മാറ്റങ്ങളും സംഭവിക്കുന്നതോടൊപ്പം തന്നെ ശാരീരികമായ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് തന്നെയാണ്. കാരണം നമുക്ക് കുറഞ്ഞ സമയം ഭക്ഷണം കഴിക്കാനുള്ളൂ. അതുകൊണ്ട് ആ കുറഞ്ഞ സമയം ബാക്കിയുള്ളത് പോലെ തന്നെ കുറച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കണം. ചെലവ് കൊണ്ടും പണികൾ കൊണ്ടും അധ്വാനങ്ങൾ കൊണ്ടും നമ്മൾ മിതത്വം പാലിക്കണം. വിശിഷ്യ തറാവീഹ് നഷ്ടപ്പെടുത്താത്ത ഭക്ഷണവും ഇശായിനെ നഷ്ടപ്പെടുത്താത്ത ഭക്ഷണവും നമുക്ക് കഴിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ പലപ്പോഴും അത് പ്രതിസന്ധിയാകാറുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. റസൂലുള്ളാഹ് മഗ്രിബിന്റെ മുമ്പ് അദ്കാർ സ്വബാഹ് ചൊല്ലിയിരുന്നു. അസ്റിന് ശേഷം മഗ്രിബിനോട് അടുത്ത സമയത്ത് അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ച സ്ഥിരമായിട്ടുള്ള വൈകുന്നേരത്തെ അദ്കാറുകളുണ്ട്. അതും ഒരു 5-8 മിനിറ്റ് ഇരുന്ന് ചൊല്ലി തീർക്കാനുള്ളതേ ഉള്ളൂ. നിരവധി അദ്കാറുകളുണ്ട്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പലപ്പോഴും അദ്കാറുകളെ പരിചയപ്പെടുത്താറുള്ളത് ഹിസ്നുൽ മുസ്ലിം എന്നാണ്, മുസ്ലിമിന്റെ കോട്ട എന്നാണ്. അവൻ അതിന്റെ ഉള്ളിലാണ് ഇരിക്കേണ്ടത്. അവന് പോറലേൽക്കാതെ അവന്റെ സുരക്ഷയെ ബാധിക്കാത്ത രൂപത്തിൽ അവന് കയറിയിരിക്കാനുള്ള ഒരു കോട്ടയാണ് അദ്കാറുൽ മസാഉം അദ്കാറു സ്വബാഹും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സുരക്ഷ ഒരുക്കാറുണ്ട് വൈകുന്നേരങ്ങളിൽ എന്നാണ് നമുക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. പിന്നെ നോമ്പ് തുറക്കേണ്ട സമയമായി. അസ്ർ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ടാവും. എന്നാൽ ആ സമയത്തിനൊരു പ്രത്യേകത ഉണ്ടല്ലോ, ഇഫ്താറിന്റെ മുമ്പ്, നോമ്പ് തുറയുടെ മുമ്പുള്ള സമയവും പ്രാർത്ഥനയും അത് അല്ലാഹുവിന്റെ അടുക്കൽ കുറച്ച് സ്വീകാര്യത കൂടുതലുള്ളതാണ്. ആ സമയത്തെ പ്രാർത്ഥന. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകളിലും നമുക്ക് ആവശ്യമുള്ളതും അള്ളാഹിനോട് ചോദിക്കാൻ നമ്മൾ ലിസ്റ്റ് ചെയ്ത് ചോദിക്കേണ്ട ഒരു സമയം കൂടിയാണ് മഗ്രിബിന്റെ ഇഫ്താറിന്റെ മുമ്പുള്ള സമയം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു ഉത്തരം നൽകാമെന്ന് പറഞ്ഞ ഉറപ്പുള്ള പ്രാർത്ഥനയാണ്. നോമ്പ് തുറയുടെ സമയവും നമ്മുടെ അധ്വാനം അവസാനിക്കുന്ന സമയമൊക്കെയാണ്. ആ സമയം പലപ്പോഴും നമുക്ക് ബിസിയാണ് നമ്മളെല്ലാവരും ഉണ്ടാവാറ്. എങ്കിലും അതിനൊരു അല്പസമയം നമുക്ക് വേണ്ടി ദുആയിരക്കാൻ വേണ്ടി നീക്കിവെച്ചാൽ നന്നാവുമെന്നാണ് പ്രവാചകന്റെ ഹദീസുകളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഇഫ്താറായി. ഇഫ്താർ എന്ന് പറഞ്ഞൊരു തിരക്കാണ്. ആ തിരക്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എപ്പോഴാണ് ഇഫ്താർ നടത്തേണ്ടത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ബാങ്ക് കൊടുക്കലല്ല,
സമയമാവലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ബാങ്കിന് കേൾക്കാത്തൊരു നാട്ടിലാണെങ്കിലും സമയമായാൽ നമുക്ക് തുറക്കാം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് സമയമായാൽ തുറക്കാം എന്നുള്ളതാണ് നമ്മൾ അതിൽ കാണേണ്ട അടിസ്ഥാനം. പിന്നെ ഞാൻ ഏതായാലും ആയാലും കുറച്ചുകൂടിയൊക്കെ കഴിയട്ടെ എന്ന് ചിന്തിക്കേണ്ട. കാരണം സലാത്തും മിൻ അഖ്ലാഖിൽ മുർസലീൻ, പ്രവാചകന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ട 3 എണ്ണം തഅജീലുൽ ഇഫ്താർ, ഒന്ന് നോമ്പ് തുറക്കു വേണ്ടി ധൃതി കൂട്ടുക എന്നുള്ളത് പ്രവാചകന്മാരുടെ നല്ല സ്വഭാവത്തിൽപ്പെട്ടതാണെന്നാണ്. രണ്ടാമത്തേത് തഅഖീറുസ് സുഹൂർ, അത്താഴം വൈകിപ്പിക്കുക എന്നുള്ളതും. മൂന്നാമത്തേത് അസ്സിവാഖ്, പല്ല് തേക്കുക എന്നുള്ളതും. ഈ 3 കാര്യങ്ങള് അഖ്ലാഖുൽ മുർസലീൻ, പ്രവാചകന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് എന്നാണ്. ആ പ്രവാചകന്മാരുടെ സ്വഭാവമാണല്ലോ നമുക്കും വേണ്ടത്. ആ നിലക്ക് നമ്മൾ കാണണം. നോമ്പ് തുറക്കേണ്ടത് ഒന്നുകിൽ ആദ്യം മുൻഗണന റുത്തബാണ്. റുത്തബ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് പോലെ ഈത്തപ്പഴമാണ്. പഴുത്ത, കഴിക്കാൻ നമുക്ക് സുഖമുള്ള, ഇഷ്ടമുള്ള ഈത്തപ്പഴമാണ്. റസൂലുള്ളാഹിന്റെ ഒരു ഹദീസിൽ വന്നത് ഒന്ന് ഇതാണ്. രണ്ടാമത്തേതിനെയാണ് തംറ്. ഈത്തപ്പഴം കിട്ടിയില്ലെങ്കിൽ, റുത്തബ് കിട്ടിയില്ലെങ്കിൽ പിന്നെ തംറാണ്, ഉണങ്ങിയ നമ്മൾ കാരക്ക എന്നൊക്കെ പറയുന്ന സാധനമാണ്. അതും കിട്ടിയിട്ടില്ലെങ്കിൽ മാവ് കൊണ്ട് റസൂലുള്ളാഹി വെള്ളം കുടിച്ച് നോമ്പ് തുറന്നിരുന്നു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കേണ്ടതും നമുക്ക് ഓർമ്മയുണ്ട്. മറ്റു ചില പ്രാർത്ഥനകൾ നമ്മുടെ നാട്ടിൽ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. അതിനേക്കാളും നല്ലതും പ്രാർത്ഥിക്കേണ്ടതും ഒന്നുകൂടി മുൻഗണനാ ക്രമത്തിൽ കാണേണ്ടതും ഈ പ്രാർത്ഥനയാണ് എന്നാണ് ഹദീസ് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. നോമ്പ് തുറപ്പിക്കുകയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, മൻ ഫത്തറ സ്വായിമൻ കാന ലഹു മിസ്ലു അജ്രിഹി ഗൈറ അന്നഹു ലാ യൻഖുസു മിൻ അജ്രി സ്വായിമി ശൈആ. വേറൊരാളെ നോമ്പ് തുറപ്പിച്ചാൽ അവന്റെ അതേ പ്രതിഫലം ഒരു കുറവുമില്ലാതെ തുറപ്പിച്ചവന് കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരു നോമ്പെടുത്താൽ വേറെ കുറച്ച് ആൾക്കാരെ നോമ്പ് കൂടി നമുക്ക് കിട്ടുന്ന രൂപത്തിലേക്ക്, ഒരു മാസം 30 നോമ്പ് ഞമ്മക്കും അതിനോടൊപ്പം ഒരു 30+ അപ്പുറത്ത് എഴുതാനുള്ള ഒരു നോമ്പും ഒരാൾക്കാർക്ക് നോമ്പ് തുറന്നതിന്റെ ഒരു പ്രതിഫലവും നമുക്ക് കിട്ടുമെങ്കിൽ പള്ളികളിലേക്ക് കൊടുക്കുന്ന രൂപത്തിലാകാം. അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ആരാധനകൾക്ക് ഭംഗം വരുത്താത്ത രൂപത്തിൽ എങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, നോമ്പ് തുറകൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നോമ്പ് തുറക്കാനുള്ള സംവിധാനങ്ങൾ കാണാം, വീട്ടിലേക്ക് എത്തിക്കാൻ. ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. 3 കാര്യങ്ങൾ മുൻഗാമികൾ ശ്രദ്ധിച്ചു. ഒന്ന്, മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കുമ്പോൾ അത് രഹസ്യമായിട്ടായിരുന്നു മുൻഗാമികൾ ചെയ്തത്. അതൊരു നാട്ടിലെ പ്രമാണിത്വം കാണിക്കാനുള്ള ഒന്നായിട്ട് മുൻഗാമികൾ നമുക്ക് മനസ്സിലാകുന്നത് പ്രത്യേകം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദരിദ്രരെ സഹായിക്കുന്നത് വളരെ രഹസ്യമായിട്ടാണ്, ആരാന്ന് പോലും അറിഞ്ഞിരുന്നില്ല എന്നാണ്. ആ നിലയ്ക്ക് തന്നെയാണ് നോമ്പ് തുറ. ഞാൻ അത്ര കൊടുത്തു, ഇത്ര കൊടുത്തു, ഇവിടെ ഞാനാണ്, അത് ഞാനാ ചെയ്തത്, അവിടുത്തെ ചെലവ്, അതൊന്നിന്റെയും ആവശ്യമില്ല. നമ്മൾ കൊടുക്കുന്നത് അള്ളാഹു കാണുന്നുണ്ട്. അവനല്ലാതെ വേറെ ആരും അറിയേണ്ടത് ആവശ്യവും ഈ വിഷയത്തിൽ ഇല്ല. അതുകൊണ്ട് മുൻഗാമികൾ അങ്ങനെ ചെയ്തിരുന്നു. ഒന്ന്. രണ്ടാമത്തേത്, അവർ ശ്രദ്ധിച്ചിരുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് കൊടുക്കുന്നത് സ്വാലിഹികളാകണമെങ്കിൽ അവരിൽ അതേപോലെ പ്രതിഫലവും ഞങ്ങൾക്ക് കിട്ടുമല്ലോ എന്നുള്ള ഒരു മുൻഗണനാ ക്രമത്തിലും അത് ചെയ്തിരുന്നു. മൂന്നാമത്തേത്, തങ്ങളെക്കാളും ഒരു മുൻഗണന, ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്, നമുക്ക് ഭക്ഷണമില്ലെങ്കിലും മറ്റുള്ളവരെ പരിഗണിക്കുക എന്നത് മുൻഗാമികൾ അവരവരുടെ ഒരു ജീവിത ശൈലിയായി അത് കൊണ്ടു നടന്നിരുന്നു എന്നാണ് നമുക്ക് അവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. പള്ളികളിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ചകളാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത് ഇത്തവണ. അതേപോലെ തന്നെ ബാക്കിയുള്ള തുറകളൊക്കെ ഉണ്ട്. ആ നിലക്ക് നമുക്ക് പ്രതിഫലം ആഗ്രഹിച്ച് വേണ്ട പോലെ ഇടപെടാവുന്നതാണ് എന്നാണ്. പിന്നെ റമളാൻ മാസത്തിൽ റസൂലുള്ളാഹിന്റെ ചര്യകളിൽ നമുക്ക് കാണാൻ സാധിക്കും തറാവീഹ് നിസ്കാരമാണ്. തറാവീഹ് എല്ലാ മാസത്തിലും ഉള്ളതാണെങ്കിലും റമളാനിൽ ഒരു പ്രത്യേകത ഉണ്ട് എന്നതുകൊണ്ടാണ് നമ്മൾ അതിന് ആവേശം കൂട്ടുന്നതും പ്രവാചകന്റെ സുന്നത്ത് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മൾ അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റമളാൻ മാസത്തിൽ അത് നിസ്കരിച്ചാൽ പ്രത്യേക കൂലി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചെന്നിട്ടുണ്ട്. അതുകൊണ്ട് തറാവീഹ് നമ്മൾ നിർവഹിക്കണം. എത്രയാണെന്ന ചോദ്യത്തിന് ആയിഷ ബീവി പ്രവാചകനെ കുറിച്ച് പറഞ്ഞത്, മകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസീദു ഫീ റമളാൻ വലാ ഫീ ഗൈരിഹി അലാ 11 റക്അത്തൻ. 11 റക്അത്തിനേക്കാൾ കൂടുതൽ റസൂലുള്ളാഹി റമളാനിലാവട്ടെ അല്ലാത്തതാകട്ടെ നിസ്കരിച്ചിട്ടില്ല എന്ന് തറാവീഹിനെ കുറിച്ച് പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. റമളാനിൽ അത് ജമാഅത്തായിട്ടാണ് നമ്മൾ നിർവഹിക്കുന്നത്. ഇന്ന റജുല ഇദാ ഖാമ മഅൽ ഇമാമി, ഇമാമിനോടൊപ്പം ഒരാൾ തറാവീഹ് നിസ്കരിച്ചാൽ ഇമാമ് പൂർത്തിയാക്കുന്നത് വരെ
ഒന്നിച്ച് നിസ്കരിച്ചാൽ അന്ന് രാത്രി ഫുള്ള് നിസ്കരിച്ചവന്റെ കൂലി അവന്റെ രാത്രി മുഴുവൻ, നമ്മൾ അല്പല്ല ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറെ നമ്മൾ തറാവീഹ് നിസ്കരിക്കുന്നുള്ളൂ, എന്നാൽ സുബഹി വരെ നിസ്കരിച്ചവന്റെ കൂലി ആ തറാവീഹിന്റെ ജമാഅത്തിൽ പങ്കെടുത്ത് പൂർണ്ണമാക്കിയവനുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു റമളാൻ മുന്നിൽ വരുമ്പോൾ നമ്മൾ കാണിക്കേണ്ട മര്യാദകളും അതുപോലെ തന്നെ സ്വീകരിക്കേണ്ട നിലപാടുകളുമാണ്, അറിയേണ്ട അറിവുകളുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു ഓർഡർ റമളാൻ മാസത്തിൽ നമുക്കുണ്ട്, അത് ഉണ്ടാക്കണം. ഈ പറഞ്ഞതൊക്കെ റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ നിന്ന് കൊണ്ടുവന്ന് ഉദ്ധരിക്കപ്പെട്ടവയാണ്. ആ നിലയ്ക്ക് ഇതിനെ നോക്കിക്കാണാൻ നമുക്ക് കഴിയണം. പരമാവധി റമളാനിനെ ഉപയോഗപ്പെടുത്തുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على خاتم الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد اتقوا عباد الله. പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉപദേശിക്കുന്നു. ഒരിക്കൽ കൂടി അല്ലാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നു. യാ അബാ സഈദ്, അദ്ദേഹത്തിന്റെ വിളിപ്പേര് വിളിച്ചിട്ട് അഭിസംബോധന ചെയ്തു. ഇന്നി അബൈതു മുആഫ, രാത്രി ഞാൻ നല്ല ആരോഗ്യമുള്ള ആളാണ്. പക്ഷേ വഉഹിബ്ബു ഖിയാമൽ ലൈൽ, രാത്രി ഖിയാമുൽ ലൈൽ നിർവഹിക്കണമെന്നും ഞാൻ അതിയായി ഇഷ്ടപ്പെടുന്നുണ്ട്. വഅദു തഹൂരി, അതിനു വേണ്ടി ഞാൻ വെള്ളം വരെ ഒരുക്കി വെക്കാറുണ്ട്, ഉളു എടുക്കാനുള്ള വെള്ളം വരെ ഒരുക്കി വെക്കാറുണ്ട്. ഫമാ ബാലി ലാ അഖൂം, പക്ഷെ എനിക്ക് നീക്കാൻ കഴിയുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പരാതി. പരിഹാരമാണ് അദ്ദേഹം ചോദിച്ചത്. രാത്രി ആവതില്ലാത്ത ആളല്ല, ആരോഗ്യമുണ്ട്, അതേപോലെ തന്നെ ആഗ്രഹമുണ്ട്, ഒക്കെ റെഡിയായിട്ട് സാഹചര്യങ്ങളൊക്കെ ഓക്കെയുമാണ്, പക്ഷെ എനിക്ക് നീക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്ത മറുപടി, ദുനൂബക ഖയ്യദതക, നിന്റെ തിന്മ നിന്നെ പൂട്ടിട്ടിരിക്കുന്നു എന്നാണ്. നീക്കാൻ കഴിയാത്ത രൂപത്തിൽ നിന്നെ പൂട്ടിയിട്ടിരിക്കുന്നത് നിന്റെ തിന്മയാണ് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു തരികയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഞാനത് ഖുതുബന്റെ ആമുഖത്തിൽ പറയണം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ നമ്മളെല്ലാവരും പള്ളി ഫുള്ളാകുന്നത് അവസാനത്താണല്ലോ, അതുകൊണ്ട് രണ്ടാമത്തെ ഖുതുബയിലേക്ക് നീക്കിവെച്ചത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നിലും വല്ലാതെ തൗഫീഖൊന്നും കിട്ടൂല, റമദാനെ ഉപയോഗപ്പെടുത്താനും കഴിയില്ല. റമദാൻ വരുമ്പോൾ ഒരു നിരാശയും ഒരു ഉഷാറില്ലായ്മയും ഒക്കെ നമുക്ക് ഉണ്ടാവും. കാരണം ഇങ്ങനെ എന്തിലെങ്കിലൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് അതിന്റെ കാരണം. അദ്ദേഹം വീണ്ടും പറയണം, ഇന്നൽ അബ്ദ ലിയദ്രിബ ദംബ, ഒരു മനുഷ്യൻ, ഒരു അടിമ, അവൻ തിന്മ ചെയ്യുന്നു എങ്കിൽ ആ തിന്മയുടെ ഫലമായി ഫയുഹർരിമു ബിഹി, അല്ലാഹു അവൻ എന്ത് ചെയ്യും? ഖിയാമുൽ ലൈൽ വസിയാമുൻ നഹാർ, രാത്രി നിസ്കാരവും പകലിലെ നോമ്പും അല്ലാഹു അവന് ബ്ലോക്ക് ആക്കുന്നതാണ്, നമുക്ക് തൗഫീഖ് കൊടുക്കൂല എന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. അബൂ സുലൈമാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ്, ലാ യഫൂതു അഹദുൻ സ്വലാത്തുൽ ജമാഅ, ഒരാൾക്കും ജമാഅത്ത് നിസ്കാരം മിസ്സാവൂല, നഷ്ടപ്പെടൂല, ഇല്ലാ ബിദംബി, അവന്റെ പാപത്തെ കൊണ്ട് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ജമാഅത്തിനെ എത്താത്തവർ അവരുടെ പാപം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, എത്താൻ കഴിയാത്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ തന്നെയാണ് ആ വാക്ക്. അത് നേരെ അറബി നമ്മൾ നേരെ ഉൾക്കൊള്ളുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ലാ യഫൂതു അഹദുൻ സ്വലാത്തുൽ ജമാഅത്തി ഇല്ലാ ബിദംബി, തിന്മ കൊണ്ട് മാത്രമാണ് ജമാഅത്ത് നഷ്ടപ്പെടുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ച വാചകം. ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്, ഇദാ ലം തുഖദ്ദിർ അലാ ഖിയാമിൽ ലൈൽ, നിനക്ക് ഖിയാമുൽ ലൈലിന് കഴിയുന്നില്ലേ, വസിയാമിൻ നഹാർ, പകൽ നോമ്പെടുക്കാൻ കഴിയുന്നില്ലേ, ഫഅലം, എങ്കിൽ നീ അറിയേണ്ടത് എന്താണെന്നോ, അന്നക മഹ്റൂമൻ, നിന്റെ തിന്മ എന്ത് ചെയ്തിരിക്കുന്നു, നിന്നെ പൂട്ടിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നീ അതിൽ നിന്നും മോചിതനാവണം എന്ന് കൂടിയാണ്. വിശദീകരിക്കേണ്ട ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ. സാമ്പത്തികമായി, വൈയക്തികപരമായി, കുടുംബപരമായി, രഹസ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പുഴുക്കുത്തുകളും നമ്മളെ പിശാച് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് റമദാനിൽ വലിയ ഹലാവത്തൊന്നും ഉണ്ടാവില്ല. എല്ലാ റമദാനും കഴിഞ്ഞു പോണത് പോലെ ഈ റമദാനും നമ്മിൽ നിന്ന് പോകും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നന്നായിട്ടാണ് റമദാനിലേക്ക് പ്രവേശിക്കേണ്ടത്.
റമദാനിൽ കയറിയിട്ട് നന്നാകേണ്ടതല്ല, കാരണം അത് നഷ്ടമാണ് നമുക്ക്. അതുകൊണ്ട് എല്ലാം നന്നാക്കിയിട്ടാണ് റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒറ്റ കാര്യം കൂടി പ്രിയപ്പെട്ട ഒരു സമകാലികമായി നാളെ ഇൻഷാ അല്ലാഹ് നമ്മുടെ മദ്രസയിൽ നമ്മുടെ മഹല്ലിലെ കൗമാരക്കാരികളായ പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം ഉച്ചയ്ക്ക് ശേഷം ഒരു 2:30 മുതൽ 6 മണി വരെ അവരുടെ ഒരു മനസ്സറിഞ്ഞ ഒരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കുകയാണ്. പെൺകുട്ടികൾ ഉള്ളവർക്കറിയാം ഞാൻ ഈ പറയുന്ന സമയം അധികം പറ്റാവില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് താഴ്ത്തുന്ന പറയാതെ മോൾക്ക് സമയം ഏറ്റെടുത്തതും. എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ വളർന്നു വരുന്തോറും ഉപ്പമാർക്ക് ആശങ്കകളാണ്. വിശേഷ ഇന്നത്തെ ചുറ്റുവട്ടങ്ങളിൽ സമീപകാലത്ത് നമ്മളത് കണ്ടുകൊണ്ട് വരുന്നുണ്ട്. ഇന്ന് രാവിലെ പോലും ചില പെൺകുട്ടികളുടെ ഉപ്പമാരും ഉമ്മമാരും വിളിച്ചത് ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് അവർക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ പറയാനാണ്. അതുകൊണ്ട് ഒരു 2-3-4 മണിക്കൂർ അവർക്കൊരു ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് ഒരു 1-2 ക്ലാസ്സും അതിന് പുറമെ അവരെ ഉൾക്കൊള്ളുന്ന രൂപത്തിലേക്കുള്ള ഒരു പ്രോഗ്രാമുമായി മുന്നോട്ട് പോകാൻ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുകയാണ്. അത് നമ്മൾ വിജയിക്കുകയാണെങ്കിൽ എല്ലാ മാസത്തിലും നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം, പെൺകുട്ടികൾ മാത്രം നടത്തുന്ന, പെൺകുട്ടികളും നമ്മുടെ മുതിർന്ന സ്ത്രീകളുടെയും നേതൃത്വത്തിൽ നടത്തുന്ന പ്രോഗ്രാമാണ്. മുന്നോട്ട് പോകാൻ നമ്മൾ താല്പര്യപ്പെടുന്നുണ്ട്. നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളെ വിളിക്കോ നിങ്ങളെ ക്ഷണിക്കോ എന്നുള്ളതൊക്കെ വേറെ വിഷയമാണ്. പക്ഷെ ഇത് നമ്മളെ ആവശ്യമാണെന്ന് തോന്നുന്ന ആളുകൾക്ക് നാളെ പെൺകുട്ടികളെ നമ്മുടെ മദ്രസയിലേക്ക് ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ ഒരു മഗ്‌രിബിന്റെ സമയം വരെ നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് പങ്കെടുപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളിൽ കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. അവര് മുഖേന നമ്മുടെ സമൂഹത്തിൽ വഷളാകുന്ന ഒരവസ്ഥ, ആ അവസ്ഥയിൽ നിന്ന് അള്ളാഹു നമ്മെ അകറ്റി നിർത്തുമാറാകട്ടെ. അള്ളാഹു റമദാനിലേക്ക് ഞങ്ങൾ നീ പ്രവേശിപ്പിക്കാനമേ, ഏറ്റവും നല്ല രൂപത്തിൽ റമദാനിനെ ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയണമേ റഹ്മാനെ. ജന്നാത്തുൽ ഫിർദൗസ് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. രോഗവും കടവും ഞങ്ങളുടെ പിന്നാലുണ്ട് റഹ്മാനെ. നീയാണ് എല്ലാറ്റിനും കഴിവുള്ളവൻ. മാനസിക പ്രതിസന്ധികളും ഞങ്ങളിൽ പല ആളുകളും അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാറ്റിനും കഴിവുള്ളവൻ നീയാണ്. ഖാദിറാണ് പടച്ചവനെ. നീ ഞങ്ങളെ കണ്ടറിഞ്ഞ് ഞങ്ങളെ പ്രശ്നങ്ങളെ നീക്കി സുഖവും സന്തോഷവും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. اللهم صل على محمد. أقم الصلاة.